കളഞ്ഞു പോയി ഒരു മീൻ അടിച്ച് പോയിട്ട് പിന്നീട് ഞങ്ങൾക്ക് കിട്ടിയതാണ്. വലിയ സാധനമാണ്, നല്ല വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ റിസോർട്ടിൻ്റെ വാതിക്കെന്ന് തന്നെയാണ് നമ്മൾ മീൻ പിടിച്ചത്. We just started. All day we will do fishing. 80 LBയുടെ എങ്ങാണ്ട് ബ്രൈഡ് ഏതോ ഒരു പാവപ്പെട്ടവൻ്റെ ഒരു ഡീസൽ സൈസ് സതീഷ് ഭായ് 6 മണിയാ സൺഡേ ഫിഷിംഗ്. 2 ടൈപ്പ് ഫിഷിങ്ങിനാണ് ഞാൻ പോകാറ്. ഒന്ന് ഒരു ഫുൾ ഡേ മൊത്തം കറങ്ങി തിരിഞ്ഞ് അലഞ്ഞ് തിരിഞ്ഞ് ഇരുട്ടാവുമ്പോൾ തിരിച്ച് കയറി വരുന്നു. വേറൊന്ന് പോയി കിട്ടുന്ന സമയം കൊണ്ട് അത് ഫിഷിങ്ങിനായി ഉപയോഗിച്ചിട്ട് തിരിച്ചു വരുന്ന രീതിയും. ഇതൊരു ഫുൾ ഡേ ഫിഷിങ്. അത് ശനിയും ഞായറുമാണ്. കൂലി മിക്കവാറും നടത്തുന്നത് തലേ ദിവസം നല്ല ഉറക്കക്ഷീണം ഉണ്ടെങ്കിൽ കൂലി നിർബന്ധമായി നടത്തിയിരിക്കും, അല്ലെങ്കിൽ ആ ദിവസത്തെ ഫിഷിങ് എൻജോയ് ചെയ്യാൻ സാധിക്കാറില്ല. ഇനി അങ്ങോട്ടുള്ള പ്രോസസ്സ് എല്ലാവരുടെയും പോലെ തന്നെ പതിവ് ഡ്രസ്സിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത് കോട്ടൻ്റെ ഡ്രസ്സായിരിക്കും ഞാൻ മിക്കവാറും ഇടുന്നത്. കാരണം നമ്മുടെ ഒരു ഉഷ്ണമേഖലാ പ്രദേശമാണ്, അത് വിത്ത് ഹുഡിയായിരിക്കും മിക്കവാറും ഇടുന്നത് വെയിലിനെ പ്രതിരോധിക്കാൻ. പല്ല് തേക്കൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ നമുക്ക് ചായ കുടിക്കാൻ സാധിക്കില്ല. പിന്നെ ബാക്കിയുള്ള പെർഫ്യൂം കാര്യമൊക്കെ നമ്മുടെ ഒരു ഫ്രഷ്നെസ്സിന് വേണ്ടി. രാവിലെ ആണെങ്കിലും കയറുന്ന രാത്രിയാണ്, അത് കാരണം ടോർച്ച് വാച്ച് ഒരുപാട് കോൾസ് വന്ന് കിടപ്പുണ്ട്. അറേ പിന്നെ ഒരു ക്രീം, ചുമ്മാ പെർഫ്യൂം. വെയിൽ വരുന്നവരെ ഈ ഗ്ലാസ്, വെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഗ്ലാസ്, മൊബൈൽ, പിന്നെ വാളറ്റ്, ബൈക്കിൻ്റെ കീ. ഒരു കാര്യം, ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഒന്ന് ഇട്ടേരെ. ഇതെൻ്റെ ഫിഷിംഗ് ബാഗാണ്. അപ്പോൾ ഇതിവിടെ കിടക്കട്ടെ. മഴ വിധ പണി കിട്ടാതിരിക്കാനുള്ള എൻ്റെ ഡ്രൈ ബാഗ്. അതെ, നമ്മുടെ കേരളത്തിലായത് കാരണം ആ ഡ്രൈ ബാഗ് എപ്പോഴും മസ്റ്റാണ്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. പിന്നെ ചെരുപ്പ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ക്രോക്സ് പോലെയുള്ള ചെരുപ്പുകളാണ്, ചിലപ്പോൾ ഷൂസും യൂസ് ചെയ്യാറുണ്ട്. വളരെ അടുത്തുള്ള സ്പോട്ടായത് കാരണം നമ്മുടെ റിസോർട്ടിൽ ഞാൻ ബൈക്കിൽ തന്നെയാണ് മിക്കവാറും പോകാറ്. അത് എപ്പോഴും ധൃതി പിടിച്ചുള്ള പോക്കാണ്. ഞാൻ ചെല്ലുന്ന മിക്കവാറും നമ്മുടെ പാർട്ട്നേഴ്സ് 2 പേരും മിക്കവാറും അവിടെ എത്തിയിട്ടുണ്ടാവും. ഇന്നും പതിവ് പോലെ തെറ്റിയിട്ടില്ല. അതൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ പണ്ടൊരു വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. കളഞ്ഞു പോയി ഒരു മീൻ അടിച്ച് പോയിട്ട് പിന്നീട് ഞങ്ങൾക്ക് കിട്ടിയതാണ്. ഇതുവരെയും പോയിട്ടില്ല, നഷ്ടപ്പെട്ടിട്ടില്ല. ചൂണ്ട എടുത്താ ടാങ്ക്, ഐസ് ബോക്സ്, ഇത് രണ്ടും നമുക്ക് എടുക്കാനുള്ളതാണ്. സതീഷ് ഭായി ഗുഡ് മോർണിംഗ്. നിങ്ങൾ എത്ര മണിയായി പോകുന്നത്? ഞാൻ 6:15. അപ്പോൾ ലൂറുകൾ ഏതൊക്കെയാണ് കണ്ടല്ലോ. ഇത് അതിൽ ലൂറ് ഇട്ടിട്ടില്ല. വില കിട്ടിയോ കണ്ണി? എനിക്കും. ഞാൻ ഇന്നലെ അത്താഴം കഴിക്കാത്ത. പിന്നെ ഔട്ട്ബോർഡ് എഞ്ചിൻ്റെ യൂസേജും അതെങ്ങനെ പ്രവർത്തിപ്പിക്കണം, എങ്ങനെയാണ് അതിൻ്റെ ഇൻ്റർവെൽസ്, സർവീസ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ബേസിക്കലി ചെറിയ ചെറിയ വീഡിയോകൾ ചെയ്യാറുണ്ട് എൻ്റെ അറിവിൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട്. പിന്നെ ബോട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ സ്റ്റോറേജ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ പല വീഡിയോകളിലും പല സ്ഥലങ്ങളിലായി പ്രതിപാദിക്കാറുണ്ട്. എക്സ്ക്ലൂസീവായിട്ടും വീഡിയോ ചെയ്യാറുണ്ട്. എൻജിൻ യൂസേജും മറ്റു കാര്യങ്ങളും മിക്ക ആൾക്കാർക്കും അറിയാവുന്നതാണ്. ഈ മേഖലയിലുള്ളവർക്ക്, അറിയാൻ പാടില്ലാത്തവർക്ക് അറിയാവുന്ന ചെറിയ ചെറിയ ട്യൂട്ടോറിയലുകളും ഞാൻ ചെയ്യാറുണ്ട്. ഈ പറയുന്ന കിൽ സ്വിച്ച് തൊട്ട് എല്ലാവിധ കാര്യങ്ങളും, പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. വലുതാണോ? കൂടെ എന്താ വലിയ സാധനമാണോ? നല്ല വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തോ സാധനത്തിൽ കയറി ഉടക്കിയിട്ട് അതുമായിട്ടാണ് വരുന്നത്. വാട ഇത് എന്നാലും ചെമ്പല്ലിയല്ല. നമ്മുടെ റിസോർട്ടിൻ്റെ വാതിക്കെന്ന് തന്നെയാണ് നമ്മൾ മീൻ പിടിച്ചത്. വാള ഇത് നല്ല ഹെവിയാണെന്ന്.
നമ്മുടെ ഐസ് ബോക്സിൽ ഇന്നലെ കിട്ടിയിട്ടുണ്ട്. നീളമുണ്ട്. ഞാൻ വെയിറ്റ് കണ്ടപ്പോൾ എന്തോ പറ്റിയെന്ന് വെച്ചു. ഇന്നലെ കിട്ടിയാലും വലിയ വളയാ. താങ്ക് യു. Only one. Just now only we got. Yeah. We just started. Whole day we will do fishing. നല്ല രീതിയിൽ കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതീഷ് ഭായി അവസാനം ചെമ്പല്ലിനെ മാറ്റി വരാലിനെ പിടിക്കാനുള്ള പുതിയ എഞ്ചിനുള്ള ഒരു ലൂറുമായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ ഒരു ഏത് വർഷമുള്ള പ്രതീഷ് ഭായി? ഇതൊക്കെ 2014 യൂസ് ചെയ്യാൻ തുടങ്ങിയ ലൂറാണ്. അതിൻ്റെ ലൂറിനൊരു പ്രത്യേകത ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഒന്ന് കാണിച്ചേ പ്രതീഷ് ഭായി. ഉണ്ടോ? ഇത് പണ്ട് ബസ് ബൈറ്റ് എന്നും പറഞ്ഞ് മെഗാബാസിനൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിന് ഒരു ഇമിറ്റേഷനാണ് ഇത്. അത്യാവശ്യം വിലയുള്ള, അന്നത്തെ സമയത്ത് ഡ്യൂട്ടിയൊക്കെ അടച്ച് സിംഗപ്പൂർ ത്രൂ വരുത്തിയ ലൂറാണ്. 1500 രൂപ സംതിങ് ഉള്ള ലൂറാണ്. എൻ്റെ വാട്ടർ ആക്ഷൻ ഞാൻ കാണിച്ചു തരാം. നല്ല രസമാണ്. പക്ഷെ മീൻ അടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളത് അധികം ഇട്ടിട്ടില്ല. 2014 തൊട്ട് ഇത്രയും നാൾ ഇത് യൂസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്തില്ല എന്നുള്ളതാണ്. എന്ത് സാധനടാ അത്? അപ്പം നമുക്ക് ചൂണ്ട ഉടക്കി അത് വലിച്ചെടുത്തപ്പോഴത്തേക്കും തൊണ്ടത്ത് ഏതോ നീരാളി കൊളുത്ത്. എത്ര എൽ ബി ബ്രൈഡ്? അതേടാ ബ്രൈഡാണത്. ബ്രൈഡ് തന്നെ. ഇത് എത്ര എൽ ബിയാ? 80 എൽ ബിയുടെ എങ്ങാണ്ട് ബ്രൈഡ്. ഏതോ ഒരു പാവപ്പെട്ടവൻ്റെ സാധനം. ഈ പരുവത്തിലാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ ഇതിൻ്റെ ബ്രൈഡ് നമ്മൾ കൈകൊണ്ട് വലിച്ച് പൊട്ടിച്ചിട്ട് പോലും പൊട്ടണമായിരുന്നു കേട്ടോ. അത് മെറ്റലിൻ്റെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ലൊരു ഈയുണ്ട്. ഇത് പൊട്ടിച്ചെടുത്തോ. ഇത് കളയണ്ട. ഇതെടുത്ത് ഓഫ് ചെയ്തോ. പുറകോട്ട് പിടിക്കാനാ. എനിക്ക് ഞാൻ പിടിച്ചോളാം. ഇവിടെ വരുമ്പോഴത്തേക്ക് എഞ്ചിൻ നോക്കിയേ. അങ്ങനെ അമ്മിക്ക് നല്ല രസമായിട്ട് പുറയില് അതില്ല. ആദ്യം ഇതിനെ ലാൻഡ് ചെയ്യേ. അത് പെട്ടെന്ന് മുങ്ങി പോവില്ല. അത് ആദ്യം എടുത്ത് അകത്തിട്ട്.
അവസാന ചെമ്പല്ലിയെ പിടിച്ചതിന് ശേഷം പിന്നെ ലഞ്ച് ബ്രേക്കാണ്. ലഞ്ച് ബ്രേക്കിന് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഇതേപോലെ പ്രകൃതി മനോഹരമായ ഏതെങ്കിലും മരച്ചുവട്ടിൽ അഭയം പ്രാപിക്കും, നല്ല രീതിയിൽ വിശ്രമിക്കും, ചെറിയ ഭക്ഷണങ്ങൾ കഴിക്കും. അത് ഒരു ആനന്ദം തന്നെയാണ്. ഒരു ഡീസൻറ്റ് സൈസ് വീണ്ടും മൂന്നാമത്തെ ചെമ്പല്ലിയെ പിടിച്ചതിന് ശേഷം ഫിഷിംഗ് തുടർന്നുകൊണ്ടിരുന്നു. അപ്പോഴാണ് പൊടുന്നനെ നല്ല മഴക്കോള് കണ്ടത്. അങ്ങനെ മഴക്കോളുകൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ പൊതുവേ ചെയ്യാറുള്ള ഏതെങ്കിലും പാലത്തിൻ്റെ താഴെ അഭയം പ്രാപിക്കും. കാരണം ഈ സമയങ്ങളിൽ നല്ല ഇടിവെട്ടോടു കൂടിയുള്ള മഴകളാണ് സർവ്വസാധാരണ. അപ്പോൾ ഇടിവെട്ടിൽ നിന്ന് രക്ഷപ്പെടാനും മഴയിൽ നിന്ന് രക്ഷപ്പെടാനും ഏറ്റവും അനുയോജ്യമായ സ്ഥലം പാലങ്ങളുടെ കീഴ്ഭാഗങ്ങളാണ്. അങ്ങനെ ഞങ്ങളെത്തി. പക്ഷെ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കും വിപരീതമായിരുന്നു മഴയുടെ ദീർഘനേരം നിലനിൽക്കുന്ന രീതിയിലായിരുന്നു മഴ. അത് കാരണം ഞങ്ങൾ അവിടെ ഏറെ നേരം ചിലവഴിക്കേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ 5:30 ഒരു പാലച്ചുവട്ടിൽ കയറിയിട്ട് ഏകദേശം 7:30-8 മണിയോട് കൂടിയാണ് അവിടുന്ന് തിരിക്കാൻ സാധിച്ചത്. ഇപ്പം മഴ മാറും എന്നുള്ള പ്രതീക്ഷ അവസാനിച്ചു. എങ്കിലും ചൂണ്ടയിടിയിൽ അവസാനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ലായിരുന്നു. ആ പാലത്തിൻ്റെ ചുവട്ടിലിരുന്ന് ചെറിയ മൈക്രോ ജിഗുകളൊക്കെ യൂസ് ചെയ്ത് ചെറിയ ശ്രമങ്ങൾ നടത്തി. പരാജയപ്പെട്ടവർ ഇതേപോലെ പാലത്തിൻ്റെ മുകളിൽ കയറി ഒന്ന് വിശ്രമിച്ചു. ഞാനും കയറി. വീഡിയോ എടുക്കാനുള്ള താല്പര്യം കൂടുതലായത് കാരണം ചെറിയ കുറച്ച് വീഡിയോകളെടുത്തു. അവിടെ നിന്നും നാളത്തെ ഓർമ്മയ്ക്കായി ഇതും കൂട്ടിച്ചേർക്കാം എന്നുള്ള കരുതലോടുകൂടി പ്രതീഷ് ഭായിക്ക് അതിൻ്റെ പിറ്റേ ദിവസം കണ്ണൂർ എത്തേണ്ടതാണ്. അപ്പോൾ ട്രെയിൻ മിസ്സാകുമോ എന്നുള്ള ടെൻഷനിൽ പുള്ളി മുഴുകിയിരുന്ന് അവിടുത്തെ ഹോട്ടൽ ബുക്കിങ്ങിനെ കുറിച്ചും ഒക്കെ സംസാരിച്ച് ഇടയ്ക്കിടയ്ക്ക് തലയും ചൊറിയുന്നുണ്ടായിരുന്നു. എനിക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ലായിരുന്നു. എപ്പോഴെങ്കിലും വീട്ടിലെത്തിയാൽ മതി, രാത്രിയായാലും എത്താമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ അവിടെ പാലക്കാലിൽ കാല് മാറ്റിയിരുന്നു. ഇങ്ങനെയായിരുന്നു ഇന്നത്തെ ഫിഷിംഗ് അവസാനിച്ചത്.